Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the disadvantages of a company form of organization from the subject Corporate Regulations for BBA Sem 3 students of the Kerala University. Now let us discuss the various disadvantages of a company form of organization. First point is more procedural formalities and expenses. The formation of a company requires a number of formalities to be complied with and is also an expensive affair. At the time of registration, various documents such as memorandum and articles of association along with certain other documents are to be filed with the registrar of companies for registration. This involves various expenses. ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ന്യൂനതകളെക്കുറിച്ച് പറയുമ്പോൾ, ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുമ്പോൾ, ഒന്നാമത്തെ ന്യൂനത എന്ന് പറയുന്നത് മോർ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ആൻഡ് എക്സ്പെൻസസ്. നടപടിക്രമങ്ങളും ചെലവും വളരെയേറെയാണ്. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഒത്തിരി നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇത് ചിലവേറിയൊരു കാര്യം കൂടിയാണ് ഈ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നത്. ഇനി രജിസ്ട്രേഷൻ്റെ സമയത്താണെങ്കിൽ പോലും കമ്പനി രജിസ്ട്രാറിൻ്റെ മുമ്പിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് അഥവാ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ സുപ്രീം ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് പരമപ്രധാനമായ ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് മറ്റ് പല രേഖകളുടെ കൂടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ കമ്പനി രജിസ്ട്രാറിന് മുമ്പിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇതിനൊക്കെ ഒത്തിരി ചിലവുകളുണ്ട്. മെമ്മോറാണ്ടത്തെക്കുറിച്ചും ആർട്ടിക്കിൾസിനെ കുറിച്ചും കൂടുതൽ വിശദീകരിക്കാത്തത് ഈ രണ്ട് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചും നമുക്ക് ഒരു ടോപ്പിക്ക് തന്നെ പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു ചെറിയ ഈ ഭാഗത്ത് അത് മുഴുവൻ വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇനി അത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് തൽക്കാലം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണ്. അത് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും അതിലെ കണ്ടൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇനി വിശദമായിട്ട് വരും ലെക്ചേഴ്സിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ അതെല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെച്ച് വിശദീകരിച്ച് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒന്നാമത്തെ ന്യൂനത എന്ന് പറയുന്നത് ഒത്തിരി നടപടിക്രമങ്ങളും മാത്രമല്ല ഒത്തിരി ചിലവുമുണ്ട് കമ്പനി ഫോം ചെയ്യാനായിട്ട്. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എ കമ്പനി ഈസ് എ കമ്പനി കനോട്ട് എക്സസൈസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദോ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ and has the rights and obligations like a natural person, but it is not a citizen either under the Constitution of India or the Citizenship Act. Thus, a company cannot have the fundamental rights which have been expressly given to the citizens only under the Constitution of India. രണ്ടാമത്തെ ന്യൂനത അഥവാ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരിക്കലും മൗലിക അവകാശങ്ങൾ അവകാശപ്പെടാനോ അത് പ്രാവർത്തികമാക്കാനോ ലഭിക്കുകയോ ഇല്ല. അതാണ് രണ്ടാമത്തെ ന്യൂനത എന്ന് പറയുന്നത്. കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്, നിയമപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. കമ്പനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. സാധാരണ ഒരു വ്യക്തി എന്ന പോലെ തന്നെ കടമകളും അവകാശങ്ങളുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, സിറ്റിസൺഷിപ്പ് ആക്ട്, ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പൗരത്വ നിയമം അനുസരിച്ചോ കമ്പനി ഒരു സിറ്റിസൺ അഥവാ പൗരനല്ല. ദസ് എ കമ്പനി കനോട്ട് ഹാവ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതുകൊണ്ട് പൗരനല്ലാത്തത് കാരണം കമ്പനിക്ക് മൗലിക അവകാശങ്ങൾ ഇല്ല.
ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് സിറ്റിസൺസിന് നൽകുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളൊന്നും തന്നെയും ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇല്ല. കാരണം കമ്പനി സിറ്റിസൺഷിപ്പ് ആക്ട് പൗരത്വ നിയമം അനുസരിച്ചോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ ഒരു പൗരനേ അല്ല, അല്ലെങ്കിൽ പൗരത്വമില്ല കമ്പനിക്ക്. അതുകൊണ്ട് കമ്പനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ ഇല്ല. അത് അവകാശപ്പെടാനും സാധിക്കില്ല. ഇതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് അഥവാ ന്യൂനത, പോരായ്മ എന്നൊക്കെ പറയാം. തേർഡ് ഡിസഡ്വാൻറ്റേജ്, എ കമ്പനി ഹാസ് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദാൻ അതർ ഫോം ഓഫ് businesses. We know that the companies have enormous powers and enjoy various advantages. Moreover, they also have their own impact on the society. Due to these reasons, the companies are called upon to show greater social responsibility in their working as compared to other forms of business organizations. Owing to greater social responsibility, the companies are subjected to greater control and regulation. കമ്പനിയുടെ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹിക ഉത്തരവാദിത്വം കമ്പനിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. മറ്റ് ഫോം ഓഫ് ബിസിനസ് അതിനെ അപേക്ഷിച്ച് കമ്പനിയെ സംബന്ധിച്ച് ഒത്തിരി സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം കമ്പനികൾക്ക് എനോർമസ് പവേഴ്സ് ഉണ്ട്, വളരെ വലിയ അധികാരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി നേട്ടങ്ങളും കമ്പനിയെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല കമ്പനിക്ക് സ്വന്തം നിലയ്ക്ക് സമൂഹത്തിൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ അഥവാ കമ്പനിക്ക് മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ അപേക്ഷിച്ച് ഒത്തിരി സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരം സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒത്തിരി നിയന്ത്രണങ്ങളും നിയമവ്യവസ്ഥകളും കൺട്രോൾ ആൻഡ് റെഗുലേഷൻ നിയമവ്യവസ്ഥകൾക്കൊക്കെ കമ്പനി വിധേയമാണ്. നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ കമ്പനികൾക്കും CSR ഫണ്ട് വേണം, അല്ലെങ്കിൽ CSR പദ്ധതികൾ വേണം, CSR പോളിസീസ് ഉണ്ടാകണം. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പരിസ്ഥിതി സംരക്ഷണമായാലും സമൂഹത്തിൻ്റെ ഉന്നതിക്കായാലും ഒക്കെ ഓരോ കമ്പനികൾ ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതിന് പ്രത്യേകം ഫണ്ട് നീക്കി വെക്കണം, അത് ചിലവഴിക്കുകയും ചെയ്യണം, അത് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകേണ്ടതൊക്കെയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ന്യൂനതയായിട്ട് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു ന്യൂനത അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം മറ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിന് ഇത്രയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒട്ടുമില്ലെന്നല്ല, പക്ഷേ ഒരു കമ്പനിയെ പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന് വളരെ വലിയ സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത വേണം. ഇതൊരു ന്യൂനതയായിട്ട് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഫോർത്ത് ഡിസഡ്വാൻറ്റേജ് ഓഫ് എ കമ്പനി ഇസ് നോ ഇഫക്റ്റീവ് കൺട്രോൾ ബൈ മെമ്പേഴ്സ്. The membership of companies is generally large and the members are scattered at distinct places. Consequently, the members of a company cannot have effective control over its working and day-to-day affairs as is possible in case of other forms of business organizations such as sole proprietorship or partnership. നമുക്കറിയാം, ഒരു കമ്പനിയിലെ അംഗത്വം അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല ഈ അംഗങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്, പല സ്ഥലങ്ങളിലായിരിക്കും ഈ അംഗങ്ങളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇത് കാരണം കമ്പനിയുടെ പ്രവർത്തനത്തെയും ദൈനംദിന കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഈ മെമ്പേഴ്സിന് അഥവാ അംഗങ്ങൾക്ക് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. എന്നുവെച്ചാൽ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നിയന്ത്രിക്കാനായിട്ട്. പക്ഷേ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ്
അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ സോൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സിംഗിൾ എന്നാണ്. അപ്പോൾ സിംഗിൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഏക ഉടമസ്ഥനുള്ള ബിസിനസ് ഫോംസ്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത ബിസിനസ്. ഇവിടെ എല്ലാം അംഗങ്ങൾ അല്ലെങ്കിൽ ഉടമസ്ഥരുടെ എണ്ണം, ഓണേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് വളരെ ഇഫക്റ്റീവായിട്ട്, വളരെ ഫലപ്രദമായിട്ട് കമ്പനിയെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകത നമുക്കറിയാം, മെമ്പേഴ്സ് വളരെ കൂടുതലാണ്. ഈ മെമ്പേഴ്സിനെയാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി കമ്പനിയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല, ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്. അതുകൊണ്ട് പലപ്പോഴും ഈ ഓണേഴ്സ് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുകയാണ് കമ്പനിയെ മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിന് ഫലപ്രദമായിട്ടുള്ളൊരു നിയന്ത്രണം കമ്പനിയുടെ മേൽ ഉണ്ടായിരിക്കില്ല. ഇത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു ന്യൂനതയാണ്. Fifth disadvantage of a company is heavy tax burden. The structure of tax legislation is such that in certain circumstances the tax burden on a company is more as compared to other forms of organizations. For example, the company has to pay income tax on the whole of its income at a flat rate, whereas others are taxed on a slab system. Also, a company is liable to pay tax without any minimum taxable limit, as is prescribed in the case of registered firms. ഒരു കമ്പനിയുടെ അഞ്ചാമത്തെ ന്യൂനതയെന്ന് പറയുന്നത് ഭീമമായ നികുതി ഭാരമാണ്, ഹെവി ടാക്സ് ബർഡനാണ്. നമ്മുടെ രാജ്യത്തെ ടാക്സ് ലെജിസ്ലേഷൻ അഥവാ നികുതി നിയമം, അതിൻ്റെ സ്ട്രക്ചർ അഥവാ ഘടന അനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ ഒരു കമ്പനിയുടെ നികുതി ഭാരം അഥവാ ടാക്സ് ബർഡൻ എന്ന് പറയുന്നത് മറ്റ് ഓർഗനൈസേഷനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, കമ്പനി വരുമാന നികുതി കൊടുക്കുന്നത്, അതായത് വാർഷിക വരുമാനത്തിന് നികുതി കൊടുക്കുന്നത് ഒരു ഫ്ലാറ്റ് റേറ്റിലാണ്. അതായത് അതിൻ്റെ മുഴുവൻ വരുമാനത്തിനും ഒരു ഫ്ലാറ്റ് റേറ്റ്, ഒരു നിശ്ചിത ശതമാനത്തിലാണ് നികുതി നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു ബിസിനസ്സുകൾക്കാണെങ്കിൽ സ്ലാബ് സിസ്റ്റമാണ്. എന്നുവെച്ചാൽ അവർക്ക് വരുമാനം ഉണ്ടാകുന്നതിൻ്റെ വരുമാനം കൂടുകയും കുറയുന്നതനുസരിച്ച് ആ സ്ലാബ് മാറുന്നു. കുറച്ച് വരുമാനം ഉള്ളെങ്കിൽ കുറഞ്ഞ നിരക്കിൽ നികുതി നൽകുന്നു. കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ കൂടുതൽ നിരക്കിൽ നികുതി കൊടുക്കും. അതാണ് സ്ലാബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു കമ്പനിക്ക് 1 കോടി രൂപ വരുമാനം ഉണ്ടായാലും 1 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടായാലും രണ്ടിനും നികുതി കൊടുക്കുന്ന നിരക്ക് ഒന്നായിരിക്കും, ഒരു ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും. എന്നാൽ മറ്റ് ബിസിനസ്സുകളാണെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപയെ വാർഷിക വരുമാനം ഉള്ളൂ എങ്കിൽ കുറഞ്ഞ നിരക്കിൽ നികുതി കൊടുത്താൽ മതി. 10% എന്ന് വിചാരിക്കുകയാണെങ്കിൽ 10% നിരക്കിൽ കൊടുത്താൽ മതി. ആ 1 ലക്ഷം എന്ന് പറയുന്ന വാർഷിക വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് നികുതി ശതമാനവും കൂടുന്നു. അങ്ങനെ ഒരു സ്ലാബ് സിസ്റ്റത്തിലാണ് പോകുന്നത്. അപ്പം കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ന്യൂനത എന്ന് പറയുന്നത് എത്ര വരുമാനം ഉണ്ടായാലും, കുറവായാലും കൂടുതലായാലും ഒരു ഫ്ലാറ്റ് റേറ്റാണ്. ഇപ്പോൾ 30% നികുതി കൊടുക്കണമെങ്കിൽ അത് കുറഞ്ഞ തുകയായാലും വലിയ തുകയായാലും ഒരേ നിരക്കിലാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ടാക്സ് ബർഡൻ, നികുതി ഭാരം കൂടുതലായിരിക്കും. മാത്രമല്ല, മറ്റ് ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഫോംസിന് ഒരു മിനിമം ടാക്സബിൾ ലിമിറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത വാർഷിക വരുമാനം ഒരു നിശ്ചിത തുകയിൽ കൂടുമ്പോൾ മാത്രം ടാക്സ് കൊടുത്തു തുടങ്ങിയാൽ മതി. പക്ഷേ കമ്പനിക്ക് അങ്ങനെയല്ല, ഒരു മിനിമം ടാക്സബിൾ ലിമിറ്റില്ല. എത്ര വരുമാനം ഉണ്ടെങ്കിലും അതിന് നികുതി കൊടുത്തേ മതിയാവും. പക്ഷേ മറ്റ് ബിസിനസ്സുകൾക്ക് ഒരു നിശ്ചിത വാർഷിക വരുമാനം ഒരു നിശ്ചിത തുക കവിയുമ്പോൾ മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതൊന്നും കമ്പനിക്കില്ല. അപ്പോൾ അതുമൂലം കമ്പനിക്ക് നികുതി ഭാരം മറ്റുള്ള ബിസിനസ് ഫോംസിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇതാണ്
ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ്സിൻ്റെ അഞ്ചാമത്തെ ന്യൂനത എന്ന് പറയുന്നത്. സിക്സ്ത് ഡിസഡ്വാൻറ്റേജ് ഓഫ് എ കമ്പനി is detailed winding up procedure. Company's winding up procedure is expensive and time consuming. The company can be wound up only by following the procedure prescribed in the Companies Act. This procedure, being very elaborate and detailed, is expensive and time consuming. Thus, if any contingency arises for putting an end to the company, it cannot be easily done, as in case of other forms of business organizations. കമ്പനിയെ സംബന്ധിച്ച് ആറാമത്തെ ന്യൂനത എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ. വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചുപൂട്ടൽ പ്രക്രിയയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ അടച്ചുപൂട്ടൽ പ്രക്രിയ വളരെ ബൃഹത്താണ്, ഡീറ്റെയിൽഡാണ്. കമ്പനിയുടെ ഈ അടച്ചുപൂട്ടൽ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ചിലവേറിയതും സമയം കൂടുതലെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാൽ ഒരു കമ്പനി അടച്ചുപൂട്ടാൻ സാധിക്കില്ല. കമ്പനീസ് ആക്ട് അഥവാ കമ്പനികാര്യ നിയമത്തിൽ പറയുന്ന ചില പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അടച്ചുപൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നടപടിക്രമങ്ങളെന്ന് പറയുന്നത് വളരെ ബൃഹത്താണ്, അതേപോലെ വളരെ സങ്കീർണമാണ്, ചിലവേറിയതാണ്, സമയമെടുക്കുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ടിജൻസി എന്ന് പറയുമ്പോൾ അസാധാരണമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസരം വരുമ്പോൾ പെട്ടെന്ന് ഒരു കമ്പനി നിർത്താൻ അല്ലെങ്കിൽ അടച്ചുപൂട്ടാനായിട്ട് സാധിക്കില്ല, വളരെ എളുപ്പത്തിൽ സാധിക്കില്ല. പക്ഷേ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിന് ഇത്ര പ്രയാസമില്ല. അപ്പോൾ മറ്റ് ബിസിനസ്സുകളായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു കമ്പനിയെ പെട്ടെന്ന് അസാധാരണ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു കഷ്ടമായ ഒരു അവസ്ഥയിൽ കമ്പനി നഷ്ടത്തിലൊക്കെ വരികയാണെങ്കിൽ അടച്ചുപൂട്ടാനായിട്ട് എളുപ്പം സാധിക്കില്ല. അപ്പോൾ ഇത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു ന്യൂനതയായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Here is the assignment question for you. Question number 1. What are the disadvantages of a company form of organization? I hope all of you have understood the topic, disadvantages of a company form of organization, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.